ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൺ എല്ല് കറിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് വേണ്ടത് ഒരു 4 മീഡിയം സൈസ്ഡ് സവോള ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മീഡിയം സൈസ്ഡ് തക്കാളിയും 3 പച്ചമുളകും ഞെട്ട് കളഞ്ഞെടുത്തത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി വേണം. അതുപോലെ തന്നെ 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചി ഞാൻ എടുത്ത് അരിഞ്ഞ് മാറ്റി വെച്ചു. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിക്കണം. എണ്ണ ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പം ഏത് എണ്ണയാണോ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലായിരിക്കും കൂടുതൽ ബെസ്റ്റ്. പിന്നെ ഞാനിവിടെ കുറച്ച് ഹെൽത്തിന് ഇതുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കോക്കനട്ട് ഓയിൽ റീപ്ലേസ് ചെയ്ത് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഈ എണ്ണയിലേക്കിട്ട് വാട്ടണം. ഈ എണ്ണയിലേക്കിട്ട് വാട്ടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, സവോള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഞാനിപ്പം 2xലിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിന് അത്യാവശ്യം സമയം കൊടുത്ത് തന്നെ ചെയ്യുക, നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതെ തന്നെ. എന്നിട്ട് നമ്മൾ ഈ സവോള നല്ല മൂത്ത് വരണം. നല്ല കളർ മാറുമ്പം ഈ പച്ച കളറെല്ലാം മാറി ഒരു കാരമൽ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ആ ഒരു പരുവം ആവുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എനിക്കിതിനൊരു 15 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സവോള വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്കും ഈ നമ്മുടെ സവോളയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം ഫ്ലേവർ ഈ എണ്ണയിലും പിടിച്ച് അതിന് ഒരു ടേസ്റ്റ് കൊണ്ടുവരാൻ ഇത് നല്ലപോലെ സഹായിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. നമുക്ക് സവോള നിങ്ങൾക്ക് കളർ ചേഞ്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ പച്ച സവോളയുടെ ആ ഒരു നിറം മങ്ങിയിട്ട് നല്ല ബ്രൗൺ കളറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ നേരെ ആ ബ്രൗൺ കളറിലേക്ക് എത്തിയതാണ് കാണിക്കുന്നത്. ഒന്ന് മൂത്ത് വന്നോട്ടെ. നല്ലപോലെ നമ്മൾ അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം എണ്ണ വറ്റുമ്പോഴത്തേക്ക് ഇത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടും. പക്ഷെ നമ്മൾ ഇച്ചിരി കാമായിട്ട് നിന്ന് ഇതെല്ലാം ഇളക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ പട്ട, കുരുമുളക്, സ്റ്റാർ, ഈ 3 ബേസിക്കായിട്ട് വേണ്ട മസാലകൾ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ കറുവാപ്പട്ട ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ കാണുന്ന നീളമുള്ള കറുവാപ്പട്ട പോലെ അല്ല ഇത്. ഇതിങ്ങനെ നമ്മൾ ചെത്തി എടുത്തേക്കുന്നുണ്ട്. ഇതിന് മറ്റേതിനേക്കാളും ഫ്ലേവർ കൂടുതലുണ്ട്, പിന്നെ ലുക്കില്ലെന്നേ ഉള്ളതേ ഉള്ളൂ. നമ്മളത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ബേസിക് മസാല എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി വേണം 1/4 സ്പൂണ്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് പെരിഞ്ജീരകപ്പൊടിയാണ്. അതും കൂടി എടുത്ത് ഞാനിത് നമ്മുടെ നേരത്തെ വഴണ്ട് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു. അതിനുശേഷം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വേണ്ട മല്ലിപ്പൊടി ഇടുന്നു. അത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ മുളക് പൊടി ഇടുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ പെരിഞ്ജീരകപ്പൊടി ഇടുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മുളക് പൊടി ഇടാൻ പോയപ്പോഴത്തേക്കും അത് കുറച്ചൊന്ന് താഴെ പോയായിരുന്നു. അപ്പോഴത്തേക്കും ഞാനത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മസാലകളെല്ലാം ഇട്ട് പച്ചമണം നല്ലപോലെ മാറിയതിന് ശേഷം നമ്മൾ ബാക്കി എന്തും ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. അതുവരെ കണ്ടോളൂ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി,
മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ പച്ചമണം മാറണം. ഏത് മസാല ഇട്ടാലും പച്ചമണം മാറിക്കഴിഞ്ഞാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പച്ച മല്ലിക്കുത്തൊക്കെ കൂടുതൽ വരും. അപ്പോൾ അത് നല്ലപോലെ വാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മസാലക്കുത്തും കാണത്തില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയും നല്ലപോലെ നമുക്ക് ആ മണം മനസ്സിലാവുമല്ലോ. ആ പച്ചയ്ക്ക് ഇടുന്ന മണം മാറി അതൊരു മൂത്ത് നമ്മുടെ ഒരു കറിയുടെ ഫ്ലേവറിലേക്ക് വരും. അതിനാണ് ഈ പച്ചമണം മാറുക എന്ന് പറയുന്നത്. അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ, അറിയുന്നവർ വിട്ട് കളഞ്ഞേരെ. അത് നല്ലപോലെ മൂത്ത് വരട്ടെ. അതിന് ശേഷം നമ്മൾ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പെരിഞ്ജീരകം ഈ മസാലകളെല്ലാം മൂത്തതിന് ശേഷം അവസാനമാണ് നമ്മൾ ഈ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നത്. പെരിഞ്ജീരകവും ആഡ് ചെയ്ത് നല്ലപോലെ മൂത്ത് വരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് മസാലകൾ നമ്മൾ വഴറ്റുമ്പം നമ്മൾ തീ ഏറ്റവും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ 3 തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ മസാലയൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിന് ശേഷമാണ് തക്കാളി ആഡ് ചെയ്യുന്നത്. കാരണം തക്കാളിയിലുള്ള വെള്ളം നമ്മളിതിലേക്ക് ഇറങ്ങി നമ്മുടെ ഈ മസാലയ്ക്കൊരു വെള്ളം നനവ് കൊടുക്കും. അപ്പോൾ അത് അടി കരിയാതിരിക്കാൻ കുറച്ചുകൂടെ സഹായിക്കും നമ്മൾ ഈ തക്കാളി ഇടുമ്പോൾ. തക്കാളി ഒന്ന് വഴണ്ട് വന്നോട്ടെ. അതിനുശേഷം നമ്മളിവിടെ മട്ടൺ എല്ല് കറിയാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ മട്ടൺ എല്ല് ഞങ്ങൾ എടുത്തേക്കുന്നത് ഒരു 3/4 കിലോയോളം മട്ടൺ എല്ല് എടുത്തിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി, ഈ ആടായതുകൊണ്ട് അതിന് പ്രത്യേക ഒരു മുഷിട് മണം എന്ന് ഞങ്ങളിവിടെ പറയും. അപ്പോൾ അതില്ലാതെ നമ്മൾ നാരങ്ങയും നമ്മുടെ ഗോതമ്പ് മാവോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കി അരിച്ച് മാറ്റി വെക്കുക. അതാകുമ്പോൾ കാരണം എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം തോരണം. വെള്ളം തോർന്നാൽ മാത്രമേ നമ്മുടെ മസാല എല്ലിലേക്ക് പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ വെള്ളം ഇങ്ങനെ മസാല നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇറച്ചിയിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് പിടിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇറച്ചി തോരാൻ വെച്ചിട്ടുണ്ട് കഴുകി. അതെടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ വഴണ്ട് വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് മസാലയിലേക്ക് നമ്മൾ ഈ ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇറച്ചി 3/4 കിലോ ഇറച്ചി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനി നല്ലപോലെ നമ്മുടെ ഈ ഇറച്ചിയിലേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ല ഒന്ന് പിടിച്ച് ഇതായി കഴിയുമ്പോൾ ഇതിലെല്ലാ ഭാഗത്തും ഈ ഇറച്ചി പിടിക്കുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നിട്ടൊന്ന് ഒരു ഇച്ചിരി ചൂടാകുമ്പോഴത്തേക്കും അപ്പോൾ ആ മസാല പിടിച്ചെന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വീഡിയോ കണ്ടോളൂ. എന്നിട്ട് നമ്മൾ ഈ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടച്ചു വെക്കണം. അത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് വിട്ടുപോയതാണ്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു 5 വിസിൽ, ഞാനിവിടെ 5 വിസിലാണ് കേൾപ്പിച്ചേക്കുന്നത്. 5 വിസിൽ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഓഫാക്കി അതിൻ്റെ ആ ഒരു ആവി അടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇടിയപ്പവും മട്ടൺ എല്ല് കറിയും. നിങ്ങൾക്ക് ഏത് ഇതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അടിപൊളി കറിയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ എല്ല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കാണാമേ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തേക്കുന്നത്. ഇടിയപ്പവും നമ്മുടെ ചൂട് മട്ടൺ എല്ല് കറി. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. എന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കൂ കമൻറ്റ് ബോക്സിലൂടെ.